തൻ്റെ രാഷ്ട്രീയ ഗുരു സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പരാജയം സമ്മതിച്ചതോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പേടിച്ച് വിറക്കുകയാണ്. അമിത്ഷാ ഭയപ്പെടുന്നത് അങ്ങനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ചാണക്യ തന്ത്രങ്ങൾക്ക് പോറലേറ്റതോടെ അമിത്ഷായുടെ ആവനാഴിയിലെ അവസാന അസ്ത്രങ്ങളും അവസാനിച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കി പ്രശ്നം തീർക്കാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ പാർട്ടിയിൽ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പൊട്ടിക്കരഞ്ഞപ്പോഴും നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ ഈ ചാണക്യ തന്ത്രജ്ഞന് കഴിഞ്ഞിട്ടുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാലും ഇല്ലെങ്കിലും നരേന്ദ്രമോദിയുടെ രാജിയാണ് ഇനി അടുത്തത് എന്ന് അമിത്ഷാ തന്നെ മനസ്സിലാക്കിയിട്ടാകണം ഇക്കാര്യത്തിൽ ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത്. പക്ഷെ തോറ്റുപോയി എന്ന് എല്ലാവരും മനസ്സിലാക്കി എന്നുറപ്പാക്കിയതിന് ശേഷം കീഴടങ്ങിയതിനെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായി. അതായത് കേവലം സ്ഥാനമാനങ്ങൾക്കപ്പുറത്തേക്ക് യുവതയും വിദ്യാർത്ഥികളുമാണ് BJPക്ക് പ്രധാനമെന്ന് തല താഴ്ത്തിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന വിദ്യാർത്ഥി സമരത്തിനൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൻ്റെ ജാള്യതയും കീഴടങ്ങലിൻ്റെ വിഷമവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് അമിത്ഷായുടെ പ്രതികരണം എന്നോർക്കണം. നാളിതുവരെ പാറ്റകളെന്നും പഴുതാരകളെന്നും വിളിച്ച് പരിഹസിച്ചിരുന്ന ഒരു സമൂഹത്തെ ഇന്ന് വാനോളം പുകഴ്ത്തണമെങ്കിൽ BJPക്ക് സംഭവിച്ചിരിക്കുന്ന ഡാമേജ് അതെത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇതുവരെ അടിച്ചൊതുക്കാൻ നോക്കിയ ആ സമൂഹത്തെ നോക്കി ഇന്ന് അമിത്ഷാ പറയുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് മറ്റേതൊരു രാഷ്ട്രീയ പദവിയേക്കാളും പ്രധാനം എന്നുള്ളത്. ഈ തത്വത്തിന് അടിവരയിടുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നാണ് അമിത്ഷാ പറയുന്നത്. അതായത് ഈ രാജ്യത്തെ മൊത്തം ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഈ സമരത്തിന് മുന്നിൽ പ്രണമിച്ചിരിക്കുകയാണ്. അതിനപ്പുറം പരാജയം BJP ഭരണത്തിന് ഇനി വരാനില്ല. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും സമരമില്ലാതെ ഒന്ന് നോക്കണമെന്നൊരു അപേക്ഷയാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ യുവാക്കളുടെ വികാരങ്ങളെ നരേന്ദ്രമോദി സർക്കാർ വളരെ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ സർക്കാർ അതിനാണ് കാത്തുനിൽക്കുന്നതെന്നും അമിത്ഷാ പ്രതിപക്ഷത്തിന് ഉറപ്പ് നൽകുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാരായവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ നരേന്ദ്രമോദിജി സ്വീകരിച്ച തീരുമാനങ്ങൾ ശ്ലാഘനീയമാണെന്നും നീറ്റ് പരീക്ഷയിൽ വിജയം വരിച്ച വിദ്യാർത്ഥികൾക്ക് ഈ നടപടികൾ പൂർണ്ണ നീതി ഉറപ്പാക്കുമെന്നും പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് അമിത്ഷാ പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കയ്യിലേക്ക് ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണം പോകുമെന്ന രഹസ്യ വിവരം അമിത്ഷാക്ക് കിട്ടിയിരിക്കുന്നു. അത് ഗൗരവത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് CJP നേതാക്കളുമായി കേന്ദ്രം മൂന്നാം വട്ട ചർച്ച നടക്കാനിരിക്കെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ രാജിവെച്ചത്. ആദ്യഘട്ടത്തിൽ എന്ത് വന്നാലും രാജിവെക്കില്ലെന്നും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനില്ല എന്നുമുള്ള നിലപാടാണ് കേന്ദ്രവും ധർമ്മേന്ദ്ര പ്രധാനും സ്വീകരിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം പാറ്റകൾക്ക് ആവേശവും ആത്മധൈര്യവും നൽകുന്നത് ഈ രാജ്യം കണ്ടു. അതിൻ്റെ ഭാഗമായി ജന്തർ മന്ദറിൽ തുടങ്ങിയ പ്രതിഷേധം രാജ്യവ്യാപകമായി പടർന്നതോടെ കേന്ദ്ര സർക്കാർ മുട്ടുകുത്തുകയായിരുന്നു. ജനാധിപത്യത്തിൽ ആരും ഭയപ്പെടരുത് എന്നും നിങ്ങൾ ഭയപ്പെടുന്നില്ലെങ്കിൽ ഈ സർക്കാരിന് മുന്നിൽ തലകുനിക്കാനില്ലെങ്കിൽ ആരുടെ രാജി വേണമെങ്കിലും നമുക്ക് സാധ്യമാക്കാമെന്ന സമരക്കാരുടെ പ്രഖ്യാപനത്തിൽ വലിയ ആശങ്കയിലാണ് BJP നേതൃത്വം. എല്ലാ കാലത്തും നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരുപക്ഷെ മോദിയേക്കാളും വലിയ കവചമൊരുക്കുന്ന ചാണക്യനായ അമിത്ഷായുടെ കീഴടങ്ങൽ സത്യത്തിൽ നരേന്ദ്രമോദിയെ തന്നെ ഭയപ്പെടുത്തിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.